ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്ന ഈ കൊച്ചിനെ മിക്കവാറും കാക്ക കൊത്തുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. മീനാക്ഷിക്കെതിരെ സംഘപരിവാർ നേതാവ് അഡ്വക്കേറ്റ് കൃഷ്ണ രാജ്. കൊത്താനെന്നാ, കാക്ക കൊത്താനെന്നാ, വല്ല അയ്യോ വല്ല ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലും ധാന്യങ്ങളോ എല്ലാം ആണോ? ഇയാൾ എവിടുത്തെ നേതാവാ? അഡ്വക്കേറ്റാന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവരൊക്കെ അല്ലേ സംസാരിക്കേണ്ടത്. ദളിതിൻ്റെ ഇത് രീതി സംസാരിച്ചാണ് ഈ പുള്ളീനെ ചൊടിപ്പിച്ചത്. പിന്നെ ഇവരൊക്കെയല്ലേ വളർന്നു വരുന്ന തലമുറയല്ലേ, എല്ലാവരും താഴോട്ടല്ല വളരണേ, മുകളിലോട്ടല്ലേ വരണേ. പിന്നെ അമർ അക്ബർ അന്തോണി കണ്ട് ഇറങ്ങിയതിന് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരി പ്രസ്താവന എഴുതിയത്. അപ്പോൾ ഓരോന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ഈ ഒരു സമൂഹത്തിൽ ഇനിയുള്ള തലമുറ എങ്ങനെ നോക്കിക്കാണണം, എങ്ങനെ തലമുറയിൽ എങ്ങനെയൊക്കെ രീതി പെരുമാറണം എന്നൊക്കെ അവരാണ് ചിന്തിക്കുന്നത്. ഈ ജാതി മതം എന്ന് വിഷം എപ്പോഴും അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുക. അവർ ചോദിക്കുമ്പോൾ ദളിത്, എന്തിനാണ് ഈ ദളിത് ഉണ്ടാക്കിയെന്നുള്ള സാമൂഹിക കാര്യങ്ങളൊക്കെ ഇവരെ പോലുള്ളവരാണ്. അതുപോലെ ദേവനന്ദ എന്ന് പറഞ്ഞ കൊച്ചു, ഈ വളർന്നു വരുന്ന തലമുറകളൊക്കെ ഇത് സംസാരിക്കേണ്ട ആവശ്യം തന്നെയാണ്. അല്ലാതെ എന്ത് തോന്നിയ ദിവസം കാണിച്ചാൽ അത് സിസ്റ്റം ഫോളോ ചെയ്യണമെന്ന് ഇപ്പോൾ തലമുറയ്ക്കോ ഇനി വരാൻ പോണ തലമുറയ്ക്കോ ഇപ്പോൾ ഇനി കഴിയാറായ തലമുറയ്ക്കോ ഒരു നിർബന്ധവും ഇല്ല. തീർച്ചയായിട്ടും ഇത്തരം ആചാരങ്ങളും ഇപ്പോൾ ദളിത് ഈ രീതിയിൽ ഈ ആചാരങ്ങളൊക്കെ ഇവിടെ മതത്തിൻ്റെ പേരിൽ പൊട്ടിക്കുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തണം, തീർച്ചയായിട്ടും ഉയർത്തണം. ഈ വില്ലുവണ്ടി സമരം എന്നൊക്കെ പറഞ്ഞ സമരം ഉണ്ടാകുന്നു. അവിടെ സാധാരണക്കാരായിട്ട് കുട്ടികളടക്കം സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകും. പഴയ സമരങ്ങളിൽ ജാതികൾക്കെതിരെ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം പോട്ടെ, ജാതിക്കെതിരെ പണ്ടും സമരം നടത്തിയിരുന്നു. ഇപ്പോഴും കയറി ഒന്ന് ചോദിക്കണം, ജാതി പറയുന്നവർ വേർതിരിക്കുന്നവരെ അത് ചോദിക്കേണ്ടി ഈ വളർന്നു വരുന്ന തലമുറയുടെ ആവശ്യമാണ്. ഓരോന്നും വന്നിരിക്കുന്നു, അത് അഡ്വക്കേറ്റാണെന്ന് കാക്ക കൊത്തിക്കൊണ്ടു. അതൊക്കെ വൈകാതെ ആരുടെ കൊത്താൻ പോണേന്ന് കാണാം.